കഴിഞ്ഞ വീഡിയോകൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ടെക്നോളജി എന്താണ്, ഒരു ബിസിനസ് എന്താണ്, ബിസിനസ്സിലെ ടെക്നോളജി എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്നുള്ള അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 0 to 100. ഒരു ബിസിനസ്സിന് 0 to 100 വരെ എങ്ങനെ ഗ്രോ ചെയ്യാം, അത് നമ്മൾ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ഗ്രോ ചെയ്യാമെന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. നിങ്ങളുടെ ബിസിനസ്സിലെ ഓരോ ഏരിയാസ്, ഇപ്പോൾ സെയിൽസ് ആയിക്കോട്ടെ, മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ടാസ്ക് ഡെലിഗേഷൻ ആയിക്കോട്ടെ, ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഓട്ടോമേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ ബിസിനസ്സിലെ ഈച്ച് ആൻഡ് എവരി എലമെൻറ്റ്സ്, ഇപ്പോൾ സെയിൽസ് പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്യണം, മാർക്കറ്റിംഗ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കണം, നിങ്ങളുടെ ഓരോ ഓപ്പറേഷൻസ്, ഓരോ ഡെലിഗേഷൻസ് അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കണം, അത് പക്കാ മോണിറ്റർ ചെയ്യണം. ഇത് മോണിറ്റർ ചെയ്യാനുള്ള ഒരു സിസ്റ്റമാണ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ബിസിനസ്സിന് പ്രധാനമായിട്ടും വേണ്ട ഒരു സംഭവമാണ് മാൻ പവർ. ഈ മാൻ പവർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളതും, ആ മാൻ പവറിൻ്റെ കൂടുതലായിട്ട് ആ മാൻ പവർ എങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളത്, പ്രോപ്പറായിട്ട് എങ്ങനെ ടാസ്കുകൾ ഡെലിഗേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ ബിസിനസ് ഒരു സർവീസ് ബേസ്ഡ് ആണെന്നുണ്ടെങ്കിൽ, പ്രൊഡക്റ്റ് ബേസ്ഡ് ആണ്, എന്ത് ടൈപ്പ് ഓഫ് ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ അതിൽ മെയിൻലി ഉള്ളത് പ്രോസസ്സുകളാണ്. ഒരുപാട് പ്രോസസ്സുകൾ നിങ്ങളുടെ ഇൻക്ലൂഡ് ആയിട്ടുള്ളതാണ് നിങ്ങളുടെ ബിസിനസ്. അപ്പോൾ ഓരോ പ്രോസസ്സും കറക്റ്റ്ലി നിങ്ങൾ അസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ടോ, ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ എന്നുള്ളതും, അത് പ്രോപ്പർലി അത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളതും. ഇപ്പോൾ ക്ലയൻറ്റ് റിലേഷൻ ആണെന്നുണ്ടെങ്കിൽ ക്ലയൻസുകൾ പ്രോപ്പറായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതും, അവരെ പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്ത് അവരെ ഫോളോ അപ്പ് ചെയ്ത് നമ്മുടെ സെയിൽസ് കൺവേർഷൻ വർക്ക് ആവുന്നുണ്ടോ എന്നുള്ളതും, ആ രീതിയിലുള്ള എല്ലാ റിപ്പോർട്ട്സുകളും നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു സിസ്റ്റത്തിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ഉള്ള പ്രോപ്പർ റിപ്പോർട്ടുകൾ നമ്മൾ മാനേജേഴ്സിന് അല്ലെങ്കിൽ ഓണേഴ്സിന് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഈ ബിസിനസ് എങ്ങനെ റൺ ചെയ്യുന്നു, ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്, ഒരു ഗ്രോ ചെയ്യുന്നുണ്ടോ, അതിൻ്റെ നെക്സ്റ്റ് ലെവൽ എന്താണ്, നെക്സ്റ്റ് ഫ്യൂച്ചറിൽ നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ കൂടുതൽ സ്റ്റഡി ചെയ്യാൻ പറ്റുള്ളൂ. ഇതുപോലെയുള്ള ഒരു സിസ്റ്റം, ഒരു ബിസിനസ്, ഒരു പുതിയ സ്റ്റാർട്ടപ്പ് ഐഡിയാസ് നമ്മുടെ കയ്യിലുണ്ട്. അത് 0 to അങ്ങനെ ഒരു പ്ലാനിങ് സ്റ്റേജ് മുതൽ അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നത്, ഒരു 100 വരെയുള്ളത് ഒരു എക്സിക്യൂഷൻ്റെ ഒരു ഓരോ ബൈ സ്റ്റെപ്പാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്ലാനിങ് സ്റ്റേജ് മുതൽ അത് ഓരോ സ്റ്റേജ്, ഇപ്പോൾ സെയിൽസ്, ഫസ്റ്റ് ഇനീഷ്യൽ ഫേസ്, ഇനീഷ്യൽ പ്രോട്ടോടൈപ്പിംഗ് സ്റ്റേജ്, നെക്സ്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ, മാർക്കറ്റിംഗ്, ഓരോ സ്റ്റേജിലും ഓരോ സെക്ഷൻ ബൈ സെക്ഷൻ എങ്ങനെ ആ ഒരു സിസ്റ്റമാറ്റിക് ആക്കാം, അതിനെ ഓരോ പ്രോസസ്സും എങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ്സിലൂടെ കൊണ്ടുവന്നിട്ട് ഒരു സിസ്റ്റത്തിനെ ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ്സാക്കി മാറ്റാം എന്നുള്ള ഒരു രീതിയിലാണ്